വിജയപ്രതീക്ഷയിൽ തവനൂർ മണ്ഡലത്തിലെ CPM ഏറ്റവും നല്ല ഭരണമാണ് പിണറായി വിജയൻ കാഴ്ചവെച്ചതെന്ന് ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറിയും ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ ഹക്കീം ന്യൂസ് 19 പറഞ്ഞു. വിശേഷം സുഖമാണ്. വിജയിക്കുമെന്ന് പറഞ്ഞാൽ 10 വർഷക്കാലം LDF സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഭരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 10 വർഷത്തിനിടയിൽ എന്തൊക്കെ ഈ കേരളത്തിൽ വന്നു? 2 മഹാപ്രളയം വന്നില്ലേ? കോവിഡ് വന്നു, ഓഖി കൊടുങ്കാറ്റ് വന്നു, നിപ്പ വൈറസ് വന്നു. കോവിഡിൻ്റെ സമയം വന്നപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും ലോക്ക്ഡൗണായി, കേരളം ലോക്ക്ഡൗണായി. പിണറായി എന്ത് ചെയ്തു? ജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, സർക്കാർ കൂടെയുണ്ട്. ഈ 10 വർഷക്കാലത്തിനുള്ളിൽ അതിനുശേഷം എന്തുണ്ടായി? ജനങ്ങളെ ചേർത്ത് പിടിച്ച് സർക്കാർ മുന്നോട്ട് പോയി, വികസന കുതിപ്പ് വന്നു കേരളത്തിൽ. എന്തുണ്ടായി? പിഞ്ചോപരകൾ പഠിക്കുന്ന അംഗനവാടികളുള്ള ഹൈടെക്കായി മാറി. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പെൻഷൻ 600, 18 മാസം കുടിശ്ശിക. ആ പെൻഷൻ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2000 രൂപയ്ക്ക് മാറ്റി ജനങ്ങൾക്ക് കൊടുത്തു. ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ, നമ്മൾ ഒരു സ്ത്രീയോട് ചോദിച്ചാൽ എന്തു പറയൂ? എന്താ ജോലി എന്ന് ചോദിച്ചാൽ എന്താ പറയൂ? വീട്ടുജോലി അല്ലേ? അങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് പ്രതിമാസം കൈകളിൽ എത്തിച്ചു സർക്കാർ. ലീഗ് എന്തു പറഞ്ഞു? കള്ളത്തരം. ലീഗ് പറഞ്ഞിടന്ന് എന്താണ്? OTA KTA. ഈ സ്വർണം മാത്രമേ ലീഗിൻ്റെ അടുത്തുള്ളൂ. സ്കൂളൊക്കെ ഹൈടെക്കായി മാറി. തീരദേശ ഹൈവേ യാഥാർത്ഥ്യമായി, നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായി, മലയോര ഹൈവേ, വയനാട് തുരങ്കപാത, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി, തീരദേശ മേഖലയിൽ ഹാർബർ താനൂർ, പൊന്നാനി ഹാർബർ, ചെട്ടിപ്പടിയിൽ ഹാർബർ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി തീരമേഖലയാണിത്. മത്സ്യത്തൊഴിലാളികൾ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ബേപ്പൂരിൽ നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങൾ തകർന്നുപോയി. ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സഹായിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ ഇല്ല. ഈയിടെ പൊന്നാനി അഴിമുഖത്ത്, കൂട്ടായി അഴിമുഖത്ത് നങ്കൂരമിട്ട വള്ളങ്ങൾ കടൽക്ഷോഭത്തിൽപ്പെട്ട് തകർന്നു പോയപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സഹായം എത്തിച്ച സർക്കാരാണ് കേരള സർക്കാർ. അപ്പോൾ ആരാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാർ? പിണറായി സർക്കാർ. അങ്ങനെ നിരവധിയായ 5 ലക്ഷം വീട് കൊടുത്തു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ 5 ലക്ഷം വീട്. വീടില്ലാത്തവർക്ക് വീട്, പട്ടയമില്ലാത്തവർക്ക് പട്ടയം, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, കയറി കിടക്കാൻ ഇടമില്ലാത്തവർക്ക് ഫ്ലാറ്റ്. അങ്ങനെ വികസനം പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത വികസന കുതിപ്പുമായിട്ടാണ് ഇന്ന് കേരള സർക്കാർ ജനങ്ങളുടെ ഇറങ്ങി വോട്ട് ചോദിക്കുന്നത്. അതിന് മലപ്പുറം ജില്ലയിൽ പരമാവധി ഞങ്ങൾ 7 സീറ്റ് ഉണ്ടാവും. തവനൂരൊക്കെ മികച്ച രീതിയിൽ നല്ല വിജയം ഉണ്ടാവും. തിരൂരിലും ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീപ്പാറും പോരാട്ടം. എല്ലാ നേതാക്കന്മാരും ഈ പ്രചരണത്തിൽ ഉണ്ടാവും. അത് നിങ്ങൾ കള്ളത്തരമല്ല മാത്രം പറയണത്. ഇപ്പോൾ കളവാട് രാഷ്ട്രീയം, VD സതീശൻ കളവിൻ്റെ രാഷ്ട്രീയം. LDF 100 സീറ്റ് ഉണ്ടാവും. സെഞ്ചുറി അടിക്കും ഇപ്രാവശ്യം.